ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ നിലവിൽ 3 കംപ്ലയിൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചോക്ക് കേബിൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പെട്രോൾ ഓവർഫ്ലോ ഉണ്ടോ എന്നൊരു സംശയം, അതായത് പെട്രോളിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ബുഷ് സെറ്റ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. അത്രയും കേസാണ് പറഞ്ഞത്. വേറെ നമുക്ക് ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ ബുഷിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കിത് ഈ ഷോക്കിൻ്റെ ബുഷ് ചെറുതായിട്ടൊന്ന് ഓവലായിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ബുഷാണ്. അപ്പോൾ അത് തൽക്കാലം അത് മാത്രം ഒന്ന് മാറ്റിയിടാം. പിന്നെ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കോൺസെറ്റ് അടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബുഷ് പോയേക്കണം അതേ ഫീൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടാം. നിലവിൽ ഈ ബുഷിന് ചെറിയ പ്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റിയിടാം. ലിങ്ക് ബുഷിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ഉള്ളത് കോൺസെറ്റാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ കോൺസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ടെസ്റ്റ് വർക്കിനോടനുബന്ധിച്ചുള്ള ടെസ്റ്റ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ കയറ്റി അഴിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടെസ്റ്റ് വർക്കിൻ്റെ ആ കൂട്ടത്തിൽ കൂടെ തന്നെ ആ ലേബറിലൊക്കെ കൊണ്ട് പൊക്കോളും ആ വർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം നല്ലത്. അപ്പോൾ ഞാൻ ബാക്കിയത്തെ വർക്കുകളാണ് ഇപ്പോൾ ചെയ്യണേ. പിന്നെ അത് കൂടാതെ നമുക്ക് പെട്രോളിൻ്റെ ഒരു സ്മെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് വരുന്ന പെട്രോൾ പൈപ്പ് പൊട്ടിയിട്ട് സൈഡിൽ കൂടെ ലീക്ക് ആയതാണ്. ഈ സൈഡാണ് കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി പുതിയതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്ക് കേബിൾ ടൈറ്റാണ്, അത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ആ 3 വർക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കിയത്തെ കോൺസെപ്റ്റിൻ്റെ വർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ടെസ്റ്റ് വർക്കിന് കയറ്റുന്ന കൂട്ടത്തിൽ കൂടെ ചെയ്താൽ മതി. കാരണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യാൻ സമയം എടുക്കും. പിന്നെ ലേബറും കാര്യങ്ങളൊക്കെ വരാമല്ലേ. അപ്പോൾ ടെസ്റ്റ് വർക്കിന് കയറുമ്പോൾ എന്തായാലും ആ ലേബർ തന്നെ ഉണ്ട്. അതിനുള്ള വർക്കിൻ്റെ കൂട്ടത്തിൽ കൂടെ അതും കഴിഞ്ഞ് നോക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ.